പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം നാം വിചിന്തനം ചെയ്യാൻ പോകുന്നത് വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷം നമ്മളോട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ഒന്ന്, ക്രിസ്തുനാഥന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും. രണ്ട്, വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ എപ്രകാരം ജീവിക്കണം എന്നതിനെക്കുറിച്ചുമാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ വാക്കുകൾ ശ്രവിക്കാം. ഈശോ തന്റെ രൂപാന്തരീകരണത്തിന് ശേഷം പിശാച് ബാധിതനായ ഒരു ബാലനെ സുഖപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് ഈശോ ശിഷ്യന്മാരോട് തന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തെയും കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ഈ വചനത്തിന്റെ പശ്ചാത്തലം. ഈശോ തന്റെ ശിഷ്യന്മാരോട് 3 പ്രാവശ്യം തന്റെ പീഡാസഹനവും മരണവും ഉദ്ധാനവും വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ശിഷ്യന്മാർ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല. രണ്ടാമത്തെ തവണയാണ് സുവിശേഷവാദത്തിലൂടെ ഈശോ ശിഷ്യന്മാരോട് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഈശോയുടെ മരണത്തിന് ശേഷം എന്താണ് ശിഷ്യന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നതിനുള്ള വ്യക്തമായ ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിക്കുമെന്ന് ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈശോയുടെ മരണം എങ്ങനെയുള്ളതാണ് എന്ന് യേശുവിന് അറിയായിരുന്നു. അപ്പോൾ തൻ്റെ മരണം ഇത്രമാത്രം കഠിനമായിരിക്കുമെന്ന് അറിയാവുന്ന യേശു തൻ്റെ മരണത്തെ ഓർത്ത് എന്തായാലും ഒന്ന് വ്യസനിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആ ഒരു ദുഃഖത്തിൽ നടക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ പക്ഷേ ആ ഒരു രീതിയിലല്ല പെരുമാറുന്നത്. അവരുടെ ഇടയ്ക്ക് മറ്റു ചില തർക്കങ്ങളായിരുന്നു. തങ്ങളിൽ ആരാണ് വലിയവൻ, തങ്ങളിൽ ആരാണ് മുതിർന്നത്, അല്ലെങ്കിൽ വലുത് ആരാണ്, തങ്ങളിൽ ലീഡർ ആരാണ്, അങ്ങനെ ഒരു ചിന്തയാണ് അവരുടെ മനസ്സിലുണ്ടായത്. ഇതറിയുമ്പോൾ യേശു അവരോട് പറയുന്നുണ്ട്, നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും എളിയനായ ഒരു ശുശ്രൂഷകനായി മാറണമെന്ന്. ശുശ്രൂഷ ചെയ്യാൻ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ ദൈവഹിതം നിറവേറ്റുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ യേശു തന്നെ പറയുന്നുണ്ട്, ആരാണോ ദൈവഹിതം നിറവേറ്റുന്നത് അവരാണ് എൻ്റെ അമ്മയും സഹോദരരും എന്ന്. നിഷ്കളങ്കമായ മനോഭാവത്തോടെ സമൂഹത്തിലിറങ്ങി ശുശ്രൂഷ ചെയ്യുന്നവൻ ദൈവഹിതം നിറവേറ്റുന്നു. ഇങ്ങനെ നിഷ്കളങ്കരായി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമുക്ക് ശിശുക്കളെ പോലൊരു ഹൃദയം വേണം. ഇങ്ങനൊരു ഹൃദയമില്ലാത്തതിനാലാണ് ശിഷ്യന്മാർക്കിടയിൽ അങ്ങനെ ഒരു തർക്കം സംഭവിച്ചത്. ഓക്കെ, ഇവിടെ ഈ സുവിശേഷ ഭാഗത്തിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ശുശ്രൂഷകനായി ഏറ്റവും ചെറിയവനായി മാറണമെന്നും, രണ്ടാമതായിട്ട് ശിശുസഹജമായൊരു ഹൃദയമുണ്ടായിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പിതാവിങ്കിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന്. മനുഷ്യരായ നാം എല്ലാവരും നാം ഏർപ്പെടുന്ന മേഖലകളിൽ ബഹുമാനവും ആദരവുമെല്ലാം ആഗ്രഹിക്കുന്നവരാണ്. ക്രിസ്തു നമുക്കിവിടെ പറഞ്ഞു തരുന്ന ഒരു കാര്യം, നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ് ദൈവം. ഒരിക്കലും നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ നമ്മുടെ പദവിക്കോ അവിടുന്ന് വില കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയശുദ്ധതയ്ക്ക് നാം പ്രാധാന്യം കൊടുക്കണം. നാം എളിയവരായി ജീവിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി, ലോകരക്ഷകനായി ഭൂമിയിൽ അവതരിക്കുന്ന ക്രിസ്തു ഒരു കാലിത്തൊഴുത്തിലാണ് ജനിക്കുന്നത്. നസ്രത്തിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് വളർന്നു വരുന്നത്. കൂട്ടുകാരോ മീൻപിടുത്തക്കാരായ കൂട്ടുകാരാണ്. ഈശോ ഒടുവിൽ അവരുടെ പാദം കഴുകുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഇവിടെ ക്രിസ്തു ഭൂമിയോളം താഴുന്നുണ്ട്. ഈ എളിമ കാരണം തന്നെയാണ് തൻ്റെ ഉയർപ്പിലൂടെ ക്രിസ്തുവിന് നമ്മുടെയൊക്കെ രക്ഷ സാധ്യമാകുന്നത്. ഇവിടെ രണ്ടാമതായിട്ട് പറയുന്നത് ശിശു സഹജമായൊരു ഹൃദയം. ഇതിന് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കൊച്ചുത്രേസ്യ പുണ്യവതി തന്നെയാണ്. പുണ്യവതിയുടെ ജീവിതത്തിലേക്ക് നോക്കിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ആധ്യാത്മിക ശിശുത്വത്തിലൂടെ ഈശോയിലേക്ക് എത്തിച്ചേർന്ന ഒരു പുണ്യവതിയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഈശോയ്ക്ക് നിഷ്കളങ്കമായി കാഴ്ചവെച്ചുകൊണ്ട് പുണ്യവതി ഈശോയിലേക്ക്, സ്വർഗത്തിലേക്ക് ഒരു കുറുക്കു വഴി വെട്ടുകയാണ്. ഇവിടെ നാമം പ്രാവർത്തികമാക്കേണ്ടത് ഇങ്ങനൊരു കാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ആധ്യാത്മിക ശിശുത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ നിഷ്കളങ്കമായി ചിന്തിക്കാനും വൈരവും വിദ്വേഷവും എല്ലാം മറന്നുകൊണ്ട് എല്ലാവരെയും നിഷ്കളങ്കമായി സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനും കഴിയുമ്പോൾ മാത്രമേ സ്വർഗരാജ്യത്തിലെ വലിയവരായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ.